ചൂരൽമല മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ സഹദ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. എന്താണ് UDF-ൽ നിന്ന് ഈ ചൂരൽമല മുണ്ടക്കൈ വാർഡ് തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും 100% ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓരോ വീട് കയറുമ്പോഴും നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഈ ദുരന്തം നടന്ന ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ സർക്കാർ ചേർത്ത് പിടിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സന്തോഷം ഓരോ വീടിനകത്തുമുണ്ട്. നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ചേർത്ത് പിടിച്ച ഇന്ത്യയിലെ ഏക ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഇതിൽ ഉൾപ്പെട്ട ആളുകളെ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ ഒരു മാസം ഒരു വീട്ടിലേക്ക് 25,000 രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു ഡേറ്റ് പോലും തെറ്റിയിട്ടില്ല. ഈ 1.5 കൊല്ലമായിട്ടും ഓരോ കുടുംബത്തിലേക്കും സർക്കാരിന് സേവനം എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അവർക്ക് ആവശ്യമുള്ള പിന്നെ ഭക്ഷ്യസാധനങ്ങൾ, അവരുടെ വീടിൻ്റെ വാടക, അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ മേഖലക്കകത്തും നിറഞ്ഞ് പ്രവർത്തിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ സർക്കാർ ഇടപെടുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന UDF-ൻ്റെ ഭരണസമിതി തികച്ചും പരാജയമായിരുന്നു. കഴിഞ്ഞ 2019 നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഭരണസമിതി LDF-ൻ്റെ ഭരണസമിതി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ക്യാമ്പിലേക്ക് മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് 350ഓളം ആളുകൾ അതിന് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ ഓർഡർ വന്നിട്ടും അല്ലെങ്കിൽ മെയിൽ വന്നിട്ടും ശക്തമായ മഴയുണ്ട്, ഇന്ന ഭാഗത്തുനിന്ന് ആളുകൾ മാറ്റണം എന്ന നിർദ്ദേശം കൊടുത്തിട്ട് പോലും അതുപോലും വകവെക്കാതെ തികച്ചും ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ആളുകളാണ് ഇന്നത്തെ നിലവിലെ ഈ പഞ്ചായത്ത് ഭരണസമിതി. ആ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട്, ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ മേഖലക്കകത്തുണ്ടാകുന്ന 3 വാർഡും ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കുന്നതോടൊപ്പം തന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് LDF അധികാരത്തിൽ വരും. ദുരന്തഭൂമിയിലെ 3 വാർഡിലുള്ള മെമ്പർമാരും UDF-കാരായിരുന്നല്ലോ, അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആ അഭിപ്രായം തീർച്ചയായിട്ടും ഓരോ വീടിനകത്തും നാട്ടുകാർ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു, 2 ദുരന്തമാണ് നടന്നത്, 24-ലും 19-ലും. ഇത് രണ്ടിലും ഭരണസമിതി ഉണ്ടായിരുന്നു, അന്നും മെമ്പർമാരുണ്ടായിരുന്നു, അന്നും പഞ്ചായത്തുണ്ടായിരുന്നു. ആ 2 പഞ്ചായത്തിനെയും സ്വാഭാവികമായിട്ട് സമൂഹം തിരിച്ചറിഞ്ഞു. LDF വന്നാൽ എങ്ങനെയാണ് ഇത് നേരിടുക, UDF വന്നാൽ എങ്ങനെയാണ് നേരിടുക എന്നുള്ളത്. ചില വീടിനകത്ത് ചെല്ലുമ്പോൾ എന്താ പറയുക, അങ്ങനെ പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല, തികച്ചും അവർ ഞങ്ങളെ ബന്ധുക്കളെ കൊലക്ക് കൊടുത്തു എന്നൊക്കെ വാക്കുകളാണ് അവിടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നത്. ഒരു എന്താ പറയുക, ചെറിയൊരു സിഗ്നൽ അല്ലെങ്കിൽ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് വിടുകയാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് മാറിപ്പോകുമായിരുന്നു, ഇത്ര വലിയ ദുരന്തം ഞങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. അത് എന്താ പറയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിലേക്ക് അവിടെ ഉണ്ടാകുന്ന ആളുകളെയും സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും മെമ്പർമാരും ജനകീയമായിട്ട് ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നും വ്യത്യാസമില്ല. ഒരു നാടിനകത്തൊരു പ്രയാസം വരുമ്പോൾ ഒന്നിച്ച് എല്ലാവരെയും കൂട്ടുപയോഗിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാർ, ഈ ഭരണസമിതിക്കാണ്. ആ ഭരണസമിതി അത് തികച്ചും പരാജയമാണ്. അതിനുശേഷം ഇന്ന് വരെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആളുകൾക്ക് തനതായ രീതിയിലേക്ക് അവരെ സംരക്ഷിക്കുന്നതിനോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനം ഒന്നും വരെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എല്ലാം സർക്കാരിൽ നിഷ്പക്ഷമായി നിൽക്കുക, സർക്കാർ ചെയ്യുന്ന കാര്യം നോക്കുത്തികളായി നിൽക്കുന്ന ഭരണസമിതി മാത്രമാണ് ഇത്രയും കാലമായിട്ട് ഈ 1.5 കൊല്ലമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സന്നദ്ധ സംഘടനകൾ, അതുപോലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, NGO-കൾ, അങ്ങനെയൊക്കെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ നാടിനകത്ത്, ഞങ്ങളുടെ നാടിനകത്ത് നടന്ന ഈ ദുരന്തത്തിനകത്ത് ഞങ്ങൾക്ക് എന്താ പറയുക, ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടും ഇന്ന് വരെ ഈ പഞ്ചായത്തിന് ഭാഗത്തുണ്ടായിട്ടില്ല. 2019 നടന്ന പുത്തുമല ദുരന്തത്തിൽ താങ്കൾ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ സജീവമായിരുന്നല്ലോ, എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം? 2019 ഉരുൾപൊട്ടുന്നത് 8-ാം തീയതിയാണ്, ആഗസ്റ്റ് മാസം 8-ാം തീയതി 4:15 ഉരുൾപൊട്ടുന്നത്. പക്ഷേ 6-ാം തീയതിയും 7-ാം തീയതിയും ശക്തമായ രീതിയിലേക്കുള്ള മഴ ഇവിടെയുണ്ട്. ആ മഴയുള്ള സമയത്ത് 7-ാം തീയതി തന്നെ ഇവിടെ ഉണ്ടാകുന്ന മെമ്പർമാർ പഞ്ചായത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയാണ്, ശക്തമായ മഴയാണ്, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. ആ സാധ്യതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ജനകീയമായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടുപയോഗിച്ചുകൊണ്ട് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഓരോ വീട്ടിലും കയറി അവിടെയുള്ള പൂർണ്ണമായിട്ടും ആളുകളെയും ക്യാമ്പിലേക്ക് മാറ്റി. ആ ക്യാമ്പിലേക്ക് 350ഓളം ആളുകൾ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും ആൾ രക്ഷപ്പെടാൻ സാധിച്ചത്. 17 പേര് മരണപ്പെട്ടു. ഈ 17 പേര് മരിക്കാനുള്ള സാധ്യത വന്നത് തികച്ചും അവരെ ഭൂമിയിലേക്ക് അവർ തിരിച്ചുപോയി. എന്ന് വെച്ചാൽ ക്യാമ്പിൽ നിന്ന് മറ്റാരോടും പറയാതെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ എന്താ പറയുക, വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിച്ചുപോയ സമയത്താണ് അവർ ഈ മരണത്തിന് കീഴ്പ്പെടുന്നത്. ആ ദുരന്തം നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ജനകീയമായിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടി എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാവരും കൂട്ടുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സാധ്യത തരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മാറ്റണം എന്ന് പറഞ്ഞ് ജനകീയമായി ചെയ്തതാണ്. അവിടെയാണ് സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷെ അന്നും ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഓരോ വീടിനകത്തും പല ആളുകളും ഞങ്ങളെ ചീത്ത പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 40 കൊല്ലം ഇവിടെ താമസിക്കുന്നു, ഇതിലും വലിയ മഴ വന്നിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് പിന്മാറിയിട്ടില്ല. ഞങ്ങളവിടെ പോലീസിൻ്റെ സഹായം തേടി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വെച്ചുകൊണ്ട്
വന്നില്ല എങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി വരെ സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. ആ ഇലക്ഷനിൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ 103 ആളുകളെയും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. 53 വീടുകൾ നിർമ്മിച്ച് നൽകാൻ സാധിച്ചു. നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചു. എല്ലാ മേഖലക്കകത്തും വന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഞാൻ പറഞ്ഞത് LDF UDF തമ്മിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ചൂരൽമല മുണ്ടക്കൈ വാർഡ് UDF-ൽ നിന്നും തിരിച്ചുപിടിച്ച് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഭരണം LDF നേടുമെന്ന പ്രതീക്ഷയിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KK സഹദ്. ദേവനന്ദ, News 1 മേപ്പാടി.